നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെടാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഇതെന്ന് പറഞ്ഞാൽ ദ പൊളൈറ്റ് യെസ് ട്രാപ്പ്. അതെ, ഇതിലെന്താ വെച്ചാൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഇടും. നിങ്ങൾ ആദ്യം പോയി ചോദിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയുടെ അടുത്തായിരിക്കും. ഫാമിലി നിങ്ങളെ പിണക്കാൻ ഒരു ഉദ്ദേശം ഉണ്ടാവില്ല. അവർ പറയും ഓക്കെ, ഇതിങ്ങനെ തുടങ്ങിക്കോ. പിന്നെ അതുപോലെ റിലേറ്റീവ്സിനോടൊക്കും അവരും ഇങ്ങനെ പറയും, കൂട്ടുകാരോടൊക്കും എല്ലാവരും ഇങ്ങനെ തന്നെ ഓക്കെ. ആർക്കും നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ഒരു പക്ഷേ താല്പര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ അവിടേക്ക് ഞാനൊരു സ്റ്റോറി പറഞ്ഞുതരാം. അനൂപ് എന്ന പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ആളൊരു ട്യൂഷൻ സെന്റർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വീക്കെൻഡിൽ മാത്രമാണ് ഈ ഒരു ട്യൂഷൻ സെന്ററും കാര്യങ്ങളും ഉള്ളത്. ഒരു പ്രീമിയം പ്രൈസിങ്ങിലായിരുന്നു ആള് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ആള് അഭിപ്രായങ്ങൾ അന്വേഷിച്ചു. അതായത് വീട്ടിൽ ചോദിച്ചു, അയാളുടെ പേരൻസും അയാളുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ഓക്കെ, നല്ലൊരു ഐഡിയ ആണ് എന്നുള്ള രീതി പറഞ്ഞു. കൂടെ അടുത്ത റിലേറ്റീവ്സിനോടും അതുപോലെ കൂട്ടുകാരോട് ചോദിച്ചപ്പോൾ അവരും നല്ല ഐഡിയ ആണ്, കാരണം ഇതൊരു വെറൈറ്റി കോൺസെപ്റ്റ് ആയിരിക്കും, അവർക്ക് ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്താൽ മതി കാര്യങ്ങൾ, അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു. അതുപോലെ തന്നെ ബാക്കി അയൽവക്കത്തുള്ളവരോടും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ ഓക്കെ തുടങ്ങിക്കോളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞങ്ങൾ എന്തായാലും ഉണ്ടെങ്കിൽ ഞങ്ങളും ഞങ്ങളെ കുട്ടികളുണ്ടെങ്കിൽ ജോയിൻ ആക്കും എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു. പക്ഷേ ഇതിലൊരു രസം എന്താ വെച്ചാൽ 3 മാസം കഴിഞ്ഞപ്പോൾ ഇതിൽ ആകെ ഉള്ളത് 6 പേര്. എന്താ പ്രശ്നം എന്ന് പിന്നെ അനുഭവം പഠിച്ചപ്പോൾ അതിൽ കാണാൻ കഴിഞ്ഞത് പറഞ്ഞാൽ പാരൻസിന് വേണ്ടത് വീക്കെൻഡിലുള്ള ക്ലാസ്സുകളായിരുന്നില്ല, എല്ലാ വീക്ക് ഡേയ്സിലും അവർക്ക് ക്ലാസ്സുകളായിരുന്നു ആവശ്യം. അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി അങ്ങനത്തെ ഡേയ്സിൽ. ഞായറാഴ്ച അവർക്ക് ഒരു ഓഫ് ഡേ പോലെ വേണമായിരുന്നു, അവർക്ക് ഔട്ടിങ്ങിന് പോകാൻ, അവർക്ക് റിലേറ്റീവ്സിന് വീട്ടിൽ പോകാൻ കാര്യങ്ങളൊക്കെ. പക്ഷെ അവിടെയാണ് കറക്റ്റ് അനൂപ് കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്തത്. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ റിലേറ്റീവ്സിനോടോ നമ്മുടെ ഫാമിലിനോടോ അല്ല ചോദിക്കേണ്ടത്. നമ്മൾ മാർക്കറ്റിനോട് ചോദിക്കണം, റിസർച്ച് ചെയ്യണം. മാർക്കറ്റിൽ ഇറങ്ങി ആ ഒരു മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ ഇന്ററാക്ട് ചെയ്തിട്ട് ഇൻഫർമേഷൻ ഗേദർ ചെയ്യണം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, അടുത്ത പ്രാവശ്യം നിങ്ങൾ ഐഡിയ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരോട് ചോദിക്കരുത്. കറക്റ്റ് മാർക്കറ്റ് റിസർച്ച് നടത്തുക. അതുപോലെ തന്നെ ആ മാർക്കറ്റിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിട്ട് കാര്യങ്ങൾ പങ്കുവെക്കുക, ഡിസ്കസ് ചെയ്യാം. ഓക്കെ.